ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ ലബോറട്ടറി അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പ്രൊവിഷണൽ ആൻസർക്ക് വെച്ചിട്ടുള്ള ഉത്തരങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം, ഫാദർ ക്ലമന്റ് സംക്ഷേപ വേദാർത്ഥം, അർണോസ് പാതിരി ക്രിസ്തുസഭ ചരിത്രം, പാറമേക്കൽ തോമ കത്തനാർ വർത്തമാന പുസ്തകം. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, അർണോസ് പാതിരി ക്രിസ്തുസഭ ചരിത്രം. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. 1 ഗുരുവായൂർ സത്യാഗ്രഹം, 2 പാലിയം സത്യാഗ്രഹം, 3 ചാന്നാർ കലാപം, 4 കുട്ടംകുളം സമരം. വർഷങ്ങളൊന്ന് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയം സത്യാഗ്രഹം 1947, ചാന്നാർ കലാപം 1859, കുട്ടംകുളം സമരം 1946. ഇപ്പൊ ആദ്യം വരുന്നത് ചാന്നാർ കലാപമാണ്. 3, 1, 4, 2. 3, 1, 4, 2. ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. 1857 കലാപസ്ഥലവും നേതാക്കളെയാണ് തന്നേക്കുന്നത്. നോക്കാം. 1 ബറേലി. ബറേലിയില് ഖാൻ ബഹദൂർ ആണ്. 2 ബറൌട്ട് പർഗാന ഷാമലാണ്. 3 ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. 4 ബീഹാറില് കൺവർ സിംഗ്. 1, 2, 2, 1, 1, 2, 2, 1, 3, 4, 4, 5. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 2, 1, 3, 4, 4, 5. ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത് 1924 ബെൽഗാം സമ്മേളനമാണ്. ഓപ്ഷൻ സി. അഞ്ചാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓപ്ഷൻ ഡി. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓപ്ഷൻ ഡി. 6, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം. അത് കോഴിക്കോടാണ്. ഓപ്ഷൻ ബി. ഏഴാമത്തെ ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. 1, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. 2, ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. 3, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. 4, വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 4ഉം. എട്ടാമത്തെ ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നതില് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡിയാണ് ചോദ്യം. മാനസ്, സുബൻസരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാനസ്, സുബൻസരി. ചോദ്യം നമ്പർ 9, ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടിയാണ്. ഓപ്ഷൻ സി. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകൾ കണ്ടെത്തുക. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി ആണ്. 3 ഒള്ളി. 11, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂവൻ ഹസാരിക സേതു ആണ്. ഓപ്ഷൻ എ. 12, ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡിയാണ് കണ്ടെത്തേണ്ടത്.
രശ്മി, മാല, ശ്രീലങ്ക. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി മാത്രമാണ് ശരിയായിട്ടുള്ളത്. 13. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? 1. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും. 2. ആഗോളവൽക്കരണം. 3. ദേശസൽക്കരണം. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം. 14. നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് 1982. ഓപ്ഷൻ എ. 15. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം. ഓപ്ഷൻ ഡി ആണ് കർഷകരുടെ കുടിയേറ്റം. ബാക്കി 3ഉം ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. 16. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ജാർഖണ്ഡ് ആണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ജാർഖണ്ഡ്. 17. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഓപ്ഷൻ സി. ഡോക്ടർ മൻമോഹൻ സിംഗ്. 18. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. ഓപ്ഷൻ ബി പങ്കജ് ചൗധരി. 19. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര്. ഓപ്ഷൻ സി നിഫ്റ്റി. ഓപ്ഷൻ സി. 20. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. അത് മൗലിക അവകാശമാണ്. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നതാണ്. 21. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്. 2. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. 3. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 1ഉം 3ഉം. 22. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? തന്നിരിക്കുന്നതിൽ കർണാടകയ്ക്കാണ് ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്നത്. ഓപ്ഷൻ എ കർണാടക. 23. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഓപ്ഷൻ സി. 24. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. 2. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. 3. പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ. 25. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 26. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. ഓപ്ഷൻ എ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. 27. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. 1. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. 2. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ച ഭൂമികൾ നൽകൽ, കുടിയാനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പോ
1 തെറ്റാണ്, 2 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 തെറ്റ്, 2 ശരി. 28 കാലക്രമത്തിൽ എഴുതാനാണ്. 1 MGNREGS 2005 ആണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. 2005. 2 JRY ആണ്. JRY 1989. 3 SGRY ആണ്. 2001. 4 IRDP 1978. അപ്പോ ആദ്യം IRDP 4 ആണ്. അടുത്തത് JRY 2 4 2. അടുത്തത് 2001 ആണ്. 3 4 2 3 1. ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 2 3 1. 29 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. 1 നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. 2 ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. 3 പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. 4 പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. 3 4 ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ 3 4. 30 ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. അപ്പോൾ ആർട്ടിക്കിളും കമ്മീഷനാണ് തന്നിരിക്കുന്നത്. നോക്കാം. 1 അനുച്ഛേദം 315 പബ്ലിക് സർവീസ് കമ്മീഷനാണ്. 2 അനുച്ഛേദം 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 3 അനുച്ഛേദം 243I സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. 4 അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. ഓക്കെ. 1 4 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 31 വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. 1 അഭയകിരണം, 2 മംഗല്യ, 3 ആശ്വാസനിധി, 4 സഹായഹസ്തം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. 32 ഇന്ത്യയിൽ ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ജലബഡ്ജറ്റ് തയ്യാറാക്കിയത് കേരളം. ഓപ്ഷൻ ബി. 33 കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? നവജീവനാണ്. ഓപ്ഷൻ എ നവജീവൻ. 34 ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി. 35 താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി ആണ്. B3. 36 ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം വാരിസെല്ല സോസ്റ്റർ. ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. 37 ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം ഊർജം നൽകുക. ഓപ്ഷൻ എ ഊർജം നൽകുക. 38 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? 3R റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഓപ്ഷൻ സി. 39 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്.
എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ലിഗമെന്റുകളാണ്. ഓപ്ഷൻ ഡി, ലിഗമെന്റുകൾ. 40. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ക്യാൻസർ. ഓപ്ഷൻ എ, ക്യാൻസർ. 41. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഓപ്ഷൻ എ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവര് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. 42. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ ബി, ധ്രുവങ്ങളിൽ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിൽ. 43. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി വികിരണമാണ്. ഓപ്ഷൻ എ, വികിരണം. 44. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓപ്ഷൻ സി, 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. 45. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഓപ്ഷൻ ബി, 2023 ജൂലൈ 14. 46. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ഓപ്ഷൻ ബി ആണ് സുനിത വില്യംസ്. 47. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാ? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓപ്ഷൻ ഡി. 48. STP യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം? STP യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെ ഒരു മോൾ എത്രയാണ്? 22.4 ലിറ്റർ ആണ്. ഓപ്ഷൻ സി, 22.4 ലിറ്റർ. 49. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. ഓപ്ഷൻ ബി, മൈക്കൽ ഫാരഡെ. 50. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക നമ്പർ 118 ഉള്ള മൂലകത്തിന്റെ പേര്? അറ്റോമിക നമ്പർ 118 ഓഗനസൻ ആണ്. ഓപ്ഷൻ എ, ഓഗനസൻ. 51. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ഡെമോക്രിറ്റസ് ആണ്. ഓപ്ഷൻ സി, ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഡെമോക്രിറ്റസ്. 52. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക കേളി. ഓപ്ഷൻ എ, കേളി. 53. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോന്നയ്ക്കലാണ്. ഓപ്ഷൻ ബി, തോന്നയ്ക്കൽ. 54. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി വിദ്യാ വിനോദിനി. ഓപ്ഷൻ ബി, വിദ്യാ വിനോദിനി. 55. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവല്? ഓപ്ഷൻ സി, വല്ലി. 56. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ നീല വെളിച്ചം. ഓപ്ഷൻ ബി, നീല വെളിച്ചം. 57. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്സ്. 2. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. 3. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി. ഇവ 3ഉം ശരി. 58. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇവിടെയും ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്.
2 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. 3 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ശരിയായിട്ടുള്ളതാണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. 59 കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്. ഓപ്ഷൻ സി. 60 GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. 61 വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത്? വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് കുക്കിയാണ്. ഇതില് ബാക്കി 3ഉം വെബ് ബ്രൗസറുകളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 62 മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം കോപൈലറ്റ് ആണ്. ഓപ്ഷൻ ബി കോപൈലറ്റ്. 63 താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ പൈത്തൺ. ഓപ്ഷൻ എ പൈത്തൺ. 64 ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത്? ആരെയാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ. ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 65 2012 പോക്സോ നിയമം ബാധകമാകുന്നത്. പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ. ഓപ്ഷൻ എ ഇന്ത്യ മുഴുവൻ. 66 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂർ. ഓപ്ഷൻ ബി റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനകമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 67 ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഓപ്ഷൻ സി യൂണിസെഫ്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യൂണിസെഫ്. 68 ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഗാർഹിക പീഡനം എന്നാൽ ഇത് 3ഉമാണ്. ഓപ്ഷൻ ഡി. 69 ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? തൊഴിലിടമാണ്. ഓപ്ഷൻ എ ആണ്. ബാക്കി 3ഉം ഉൾപ്പെടുന്നതാണ്. 70 ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത് 1989. ഓപ്ഷൻ സി. 71 മുതൽ മാത്സ് ആണ്. 2n-2 ഈക്വൽസ് 96 ആയാൽ n-ന്റെ വില എന്തെന്നാണ് ചോദ്യം. ഇത് തന്നിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. 72 √1+3+5+7+etc+101ന്റെ വില എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് ഓപ്ഷൻ ബി 101 ആണ് ഉത്തരം. പക്ഷെ തെറ്റാണ്. ആൻസർ 51 ആണ്. PSC ബി ആണ് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. 73 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകൾ ഉണ്ട്. തെറ്റാണ്. 2 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകൾ ഉണ്ട്. 3 അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. 4 അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ സി 2, 4 ശരി. 74 3, 9, 15 etc. എന്ന ശ്രേണിയിലെ
ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? PSCയുടെ പ്രൊഫഷണൽ ആൻസർ ഓപ്ഷൻ എ ആണ്. പക്ഷെ അത് തെറ്റാണ്. 5400 ആണ് ഉത്തരം വരുന്നത്. 5400. 75. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണ് A, B, C, D, E. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. A+E/2, A+B+C+D+E/5, C. 3 ശരിയാണ്. ഈ തന്നിരിക്കുന്ന 3 ശരാശരി കണ്ടുപിടിക്കാനുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്ന 3 ശരിയാണ്. 76. 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? 18.6 സെക്കൻഡ് ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 18.6. 77. 4:88 + 4:88 + 4:88 + 4:88 4k ആയാൽ കെയുടെ വില എന്തെന്നാണ് ചോദ്യം. 89 ആണ്. ഓപ്ഷൻ എ 89. 78. തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ ആരെന്നാണ് ചോദ്യം. 5, 25, 9. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒറ്റയാനായിട്ടുള്ളത് 5, 25, 9. 79. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 4 തവണ. അടുത്തത് ഈ ചിഹ്നങ്ങൾ വെച്ചിട്ട് ക്രിയ ചെയ്യണം. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഇവിടെ 13, 12 അല്ല 13 ആണ് വരേണ്ടത്. ഇതാണ് തെറ്റായിട്ടുള്ളത്. 13 ആണ് വരേണ്ടത്. ഇവിടെ 12 ആണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇംഗ്ലീഷ് ആണ്. 81 മുതൽ. Which of the following sentence use correct subject verb agreement? ആൻസർ ഓപ്ഷൻ എ ആണ്. The team plays well together. ഓപ്ഷൻ എ The team plays well together. 82. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. I will attend the meeting tomorrow, she said. അതാണ് ചോദ്യം. ആൻസർ she said that she would attend the meeting the following day. ഓപ്ഷൻ ബി She said that she would attend the meeting the following day. 83. Identify the part of speech ആണ്. She danced gracefully in the spotlight during the performance. Gracefully ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. Gracefully എന്ന് പറയുന്നത് adverb ആണ്. ഓപ്ഷൻ ബി adverb. 84. Choose the correct question tag ആണ്. You have finished your homework dash. Question tag haven't you. Option A haven't you. 85. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. I write a letter ആണ് ക്വസ്റ്റ്യൻ. ആൻസർ a letter is written by me. ഓപ്ഷൻ എ a letter is written by me. 86. Which of the following words is a synonym for vivid? Synonym ആണ്. vividന്റെ synonym ആണ് vivacious. ഓപ്ഷൻ ബി. 87. Choose the antonym of the word urban. Urbanന്റെ antonym ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് rural. Antonym urban, antonym rural ആണ്. ഓപ്ഷൻ സി. 88. Identify the word that means the opposite of excessive. Opposite ആണ് excessive, moderate ആണ്. ഓപ്ഷൻ സി excessive, moderate. ഓപ്ഷൻ സി. 89. Which word is most similar to resilient? Which word is most similar to resilient ആണ്. ഓപ്ഷൻ ബി flexible. Resilient, flexible. 90.
ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. വൺ വേർഡ് ആണ്. ടു ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് എയ്തർ ഇൻ ഫേവർ ഓഫ് ഓർ അഗെയിൻസ്റ്റ് സംതിങ്. വൺ വേർഡ് ആണ്. അബ്സ്റ്റെയിൻ. ഓപ്ഷൻ ഡി. അബ്സ്റ്റെയിൻ ആണ് ആൻസർ. തൊണ്ണൂറ്റിയൊന്ന് മലയാളമാണ് തുടങ്ങുന്നത്. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. കച്ചകെട്ടുക, സന്നദ്ധനാവുക. 92 അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി, അലയാഴി. 93 തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? തലമുടി എന്ന അർത്ഥം വരാത്തത് തുഹിനമാണ്. ഓപ്ഷൻ ഡി. 94 താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങളേവ? ഉത്തരവാദിത്വം, കൃതജ്ഞത. ഓപ്ഷൻ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി 1ഉം 3ഉം. 95 ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഉചിതമായ സ്ഥിതി ഒറ്റപ്പദം ഔചിത്യം. ഓപ്ഷൻ എ ആണ് ഔചിത്യം. 96 ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഋതം വിപരീത പദം അനൃതം. ഓപ്ഷൻ സി അനൃതം. 97 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? 4ഓ 5ഓ ആണ് ഉത്തരം. ഓപ്ഷൻ ബി 4ഓ 5ഓ. 98 ചേർത്തെഴുതാനാണ്. കൽ പ്ലസ് മതം കന്മതമാണ്. ഓപ്ഷൻ ഡി. കൽ പ്ലസ് മതം കന്മതം. 99 പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ലേത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. 100 താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അധ്യാപികമാർ. ഓപ്ഷൻ ഡി അധ്യാപികമാർ. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.